കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിലെ തീപിടുത്തത്തിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് UDF. കോഴിക്കോട് കോർപ്പറേഷനെ ഒന്നാം പ്രതിയാക്കി കേസെടുക്കണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ ആവശ്യപ്പെട്ടു. ബീച്ച് ഫയർ സ്റ്റേഷൻ അടച്ചുപൂട്ടിയത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ചൂണ്ടിക്കാട്ടി. വീഴ്ചകൾ പരിശോധിക്കുമെന്നും കുറ്റക്കാർക്കെതിരെ കർശന നടപടിയുണ്ടാകുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. കെട്ടിടത്തിൽ കച്ചവടത്തിന് അനുവദിച്ചതിലും കൂടുതൽ സ്ഥലത്ത് നിർമ്മാണത്തിന് അനുമതി കൊടുത്തതാര്? കെട്ടിടം തകരയും പ്ലാസ്റ്റിക് ഷീറ്റും ഉപയോഗിച്ച് മറച്ച് അനധികൃത കച്ചവടം നടത്തിയിട്ടും കോർപ്പറേഷൻ നടപടിയെടുക്കാതിരുന്നത് എന്തുകൊണ്ട്? ഇങ്ങനെ നിരവധി ചോദ്യങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. അപകടത്തിൽ ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും അന്വേഷണ റിപ്പോർട്ട് പുറത്തുവരണമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് ആവശ്യപ്പെട്ടു. തീർച്ചയായിട്ടും ഒരു ജുഡീഷ്യൽ അന്വേഷണം തന്നെ യഥാർത്ഥത്തിൽ ഉണ്ടാകേണ്ടതാണ്. ഈ അന്വേഷണം നടക്കണം എന്ന് പറയുമ്പോൾ അന്വേഷണം നടത്തുവാൻ ചുമതലപ്പെടുത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുക മാത്രമല്ല, നടത്തുന്ന കാര്യങ്ങൾ എന്താണ് എന്ന് ജനങ്ങൾക്ക് കൂടി അറിയാനുള്ള ഒരു അവസരം എടുക്കണം. കോർപ്പറേഷൻ ഉദ്യോഗസ്ഥരെ പ്രതിയാക്കി കേസെടുക്കണമെന്ന് DCC പ്രസിഡന്റ് കെ പ്രവീൺകുമാർ. ഈ അപകടത്തിലെ ഒന്നാം പ്രതി കോഴിക്കോട് കോർപ്പറേഷനാണ്. കോർപ്പറേഷൻ അധികാരെ പ്രതി ചേർത്തുകൊണ്ട് ക്രിമിനൽ കേസെടുക്കണം. ഒന്ന്. രണ്ടാമത്, ഈ വ്യാപാരികൾക്ക് നഷ്ടപരിഹാരം കോർപ്പറേഷൻ നൽകണം. കോഴിക്കോട് നഗരത്തിൽ മതിയായ അഗ്നിരക്ഷാ സംവിധാനമില്ലാത്തത് അപകടത്തിന്റെ വ്യാപ്തി കൂട്ടിയെന്ന് മലബാർ ഡെവലപ്മെന്റ് കൌൺസിൽ ചൂണ്ടിക്കാട്ടി. ഒന്നുകിൽ കോർപ്പറേറ്റ് സ്ഥാപനം അനുവദിച്ച് അവിടെ ചെയ്യുകയോ അല്ലെങ്കിൽ യുദ്ധകാലാടിസ്ഥാനത്തിൽ ബീച്ച് വേർഷൻ പുനർനിർമ്മിക്കുകയോ അല്ലെങ്കിൽ താൽക്കാലിക അടിസ്ഥാനത്തിൽ പാളയം പച്ചക്കറി മാർക്കറ്റിന് വേണ്ടി വർഷങ്ങളായിട്ട് പണിത കുറേ കെട്ടിടങ്ങൾ കല്ലുത്താങ്കടവിലേക്ക് എടുക്കുന്നുണ്ട്. അവിടെ തന്നെ കുറേ ഒഴിഞ്ഞ സ്ഥലങ്ങളുണ്ട്. അവിടെ എങ്ങനെ നിർമ്മിക്കാൻ? കെട്ടിടത്തിന്റെ ബലക്ഷയം മൂലം 2023 സെപ്റ്റംബറിൽ അടച്ചുപൂട്ടിയ ബീച്ച് ഫയർ സ്റ്റേഷന് ഇപ്പോഴും പകരം സംവിധാനമായിട്ടില്ല. മീഡിയ 1 കോഴിക്കോട്.